നമസ്കാരം. നടൻ ശ്രീനിവാസന്റെ സംസ്കാരം ഇന്ന് രാവിലെ 10-ന് ഉദയം പേരൂർ കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ശ്രീനിവാസന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. സർക്കാർ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മുതൽ 3 വരെ മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. 69-ാം വയസ്സിലാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ഇന്നലെ രാവിലെ 8-ഓടെ ഭാര്യ വിമല പതിവ് ഡയാലിസിസിനായിട്ടാണ് ഇടപ്പള്ളി അമൃത ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത്. അതിനിടെ ശ്വാസം മുട്ടലും ശാരീരിക അസ്വസ്ഥതയും കടുത്തതിനെ തുടർന്ന് തൊട്ടടുത്ത തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 8:30-ന് മരണം സംഭവിച്ചു. കണ്ണൂർ പാട്യം സ്വദേശിയായ ശ്രീനിവാസൻ PM ബക്കറിന്റെ മണിമുഴക്കം എന്ന ചിത്രത്തിൽ അഭിനയിച്ചാണ് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. മലയാളികൾക്ക് മറക്കാനാവാത്ത കഥാപാത്രങ്ങൾ നൽകിയ താരമായിരുന്നു ശ്രീനിവാസൻ. 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ 200-ലധികം ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അഭിനയ ഡിപ്ലോമ കഴിഞ്ഞതിനു ശേഷം 1976-ലാണ് PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. 1984-ൽ പ്രിയദർശന്റെ ഓടരുതമ്മാവ ആളറിയം എന്ന ചിത്രത്തിലൂടെയായിരുന്നു തിരക്കഥ എഴുതിന്റെ തുടക്കം. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ 54 സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ശ്രീനിവാസൻ 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരുന്നു. 54-ൽ 32 സിനിമകൾ സത്യൻ അന്തിക്കാടിനും പ്രിയദർശനും വേണ്ടിയായിരുന്നു. സുന്ദര ഗംഭീര നായകന്മാരെക്കുറിച്ച് മുൻവിധിയുണ്ടായ കാലത്ത് അത്തരം പരിമിതിയെ സാധ്യതയാക്കിയ കഥാപാത്രങ്ങളായിരുന്നു ശ്രീനിവാസന്റേത്. ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് 1998-ൽ സാമൂഹ്യ പ്രസക്തിയുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. 1989-ൽ വടക്കുനോക്കി യന്ത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും മഴയത്ത് മുൻപേ, സന്ദേശം എന്നീ സിനിമകൾക്ക് തിരക്കഥകൾക്കുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. മലയാള സിനിമയിൽ പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായി മമ്മൂട്ടിയും മോഹൻലാലും കത്തി നിൽക്കുന്ന സമയത്താണ് വേറെ ഒരു ട്രാക്ക് പിടിച്ച് ശ്രീനിവാസൻ നടൻ എന്ന നിലയിലും കയറി വരുന്നത്. കുറത്ത് കൂറിയ ഒരു മനുഷ്യൻ നായകനാവുക എന്നത് അന്ന് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ അത്ര സുന്ദരനല്ല എന്ന് പല ശ്രീനിവാസൻ കഥാപാത്രങ്ങളും തുറന്നു പറഞ്ഞു. തന്റെ കറുപ്പും ഉയരക്കുറവുമെല്ലാം അദ്ദേഹം സ്വയം ട്രോളി. പക്ഷേ കൂടെ അഭിനയിച്ച നടി ഉർവശി പറയുന്നത് താൻ പരിചയപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരനായ മനുഷ്യനാണ് ശ്രീനിവാസൻ എന്നാണ്. ഒരു ഭാഗത്ത് താര സിനിമകൾ ഇറങ്ങുമ്പോഴും ശ്രീനിവാസന്റെ ചെറിയ സിനിമകൾക്കായി മലയാളി അന്ന് കാത്തിരുന്നു. ഒരു നടൻ എന്ന നിലയിൽ ശ്രീനിവാസന്റെ റേഞ്ച് കാണിച്ചു തന്ന ചിത്രങ്ങളായിരുന്നു പ്രിയദർശന്റെ തേന്മാവിൻ കൊമ്പത്തും അദ്ദേഹത്തിന്റെ തന്നെ വടക്കം നോക്കി യന്ത്രവുമെല്ലാം. ഒരു വടിക്ക് 3 പക്ഷി എന്ന് പറയുന്ന തേന്മാവിൻ കൊമ്പത്തിലെ അപ്പക്കാളയും ഒരു നിത്യഹരിത ഓർമ്മയാണ്. മോഹൻലാൽ ശ്രീനിവാസൻ കോംബോയിൽ ഇറങ്ങിയ ചിത്രങ്ങളും നാടോടിക്കാറ്റ് സീരീസും എത്രയോ വർഷം കഴിഞ്ഞിട്ട് മലയാളികൾ ഇന്നും ആസ്വദിക്കുന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിലെയൊക്കെ കോട്ടപ്പള്ളി സുലൈമാനെ വിറപ്പിച്ച SI രാജേന്ദ്രന്റെ അഭിനയം ഇന്നും നമ്മെ ഊറിച്ചിരിപ്പിക്കും. ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീനിവാസൻ വിധിച്ചതും കൊതിച്ചതും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഒരു മാടപ്രാവിന്റെ കഥ, KG ജോർജിന്റെ മേള എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് വേണ്ടിയും ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിൽ തമിഴ് നടൻ ത്യാഗരാജന് വേണ്ടിയും ശബ്ദം നൽകിയിട്ടുണ്ട്. കണ്ണൂരിലെ കൂത്തുപറമ്പിൽ നിന്ന് മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ ശ്രീനിവാസിന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: എങ്ങനെയെങ്കിലും സിനിമയുടെ ഭാഗമാകണം. മദ്രാസിൽ രജനീകാന്ത് ആയിരുന്നു സഹപാഠി. പിന്നീടാണ് പ്രിയദർശനും ലാലും സുരേഷ് കുമാറും ഒക്കെ ശ്രീനിയുടെ സുഹൃത്തുക്കളാകുന്നത്. അഭിനയിക്കാൻ ചെന്ന ആ മെലിഞ്ഞ പയ്യനെ എല്ലാവരും കളിയാക്കി. പക്ഷേ എഴുത്തിന്റെ ലോകത്തും അഭിനയത്തിലും താനൊരു പുലിയാണെന്ന് അദ്ദേഹം പിന്നീട് തെളിയിച്ചു. ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്ത് ഇല്ലായിരുന്നെങ്കിൽ മോഹൻലാൽ എന്ന നടന്റെ കരിയർ ഇത്രത്തോളം തിളങ്ങുമായിരുന്നോ എന്നതും സംശയമാണ്. ദാസനായും വിജയനായും അവർ തകർത്താടിയപ്പോൾ പിറന്നത് മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും വലിയ ഹിറ്റുകളാണ്.